വാർഡ് തലത്തിൽ നമ്മൾ കലാപരിപാടികൾ ഒരുങ്ങി, നമ്മുടെ കുഞ്ഞുമക്കൾ തുടങ്ങി വളരെ മുതിർന്നവർ വരെ പങ്കെടുക്കുന്ന വളരെ രസകരമായ പരിപാടി. മാനവ ജീവിതത്തെയും ചരിത്രത്തെയും ബൈബിൾ പോലെ സ്വാധീനിച്ച മറ്റൊരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല, ഈ ഭൂമിയിൽ ഇനി ഉണ്ടാവുകയുമില്ല. അന്നും ഇന്നും എന്നും ജീവൻ തുടിക്കുന്ന വചനം, ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്തിൻ്റെയും അചഞ്ചലമായ വിശ്വസ്തതയുടെയും അഗാധമായ സ്നേഹത്തിൻ്റെയും കീർത്തനങ്ങളാൽ മുഖഭരിതമാണ് വിശുദ്ധ ഗ്രന്ഥം. ദൈവകരങ്ങളിൽ സംഭവിക്കപ്പെട്ട മനുഷ്യൻ്റെ നീതിദീപ്തമായ ചരിത്രം ബൈബിളിൽ കാലങ്ങൾക്ക് മുമ്പേ എഴുതപ്പെട്ടു. ദൈവഹിതത്തിന് തന്നെ സമർപ്പിക്കുന്നതിലൂടെ മനുഷ്യൻ ആസ്വദിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നിറസൗന്ദര്യമാണ് ഇവിടെ വെളിപ്പെടുന്നത്. രക്ഷാകര ചരിത്രത്തെ മുന്നോട്ട് നയിച്ച ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിലൂടെ ഒരു യാത്ര. സൗഭാഗ്യപൂർണമായ അവസ്ഥയിൽ 6-ാം ദിവസം ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ആദത്തെ സൃഷ്ടിച്ചു. അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട ദൈവം അവന് ചേർന്ന ഇണയെ സൃഷ്ടിച്ചു. ഇവൾ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമെന്ന് യുഗ്മഗാനവും പാടി നമ്മുടെ ആദിമാതാപിതാക്കൾ ആദവും ഹൗവയും. വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച് ആദത്തെയും ഹൗവയെയും ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. സർപ്പത്തെ കൂട്ടുപിടിച്ച് പാപം ചെയ്ത ആദിമാതാപിതാക്കൾക്ക് സർവ്വ ഐശ്വര്യവും അധികാരവും സൗഭാഗ്യങ്ങളും നഷ്ടമായി. കൃഷിക്കാരനായ കായീൻ ആദാമിൻ്റെ ആദ്യപുത്രൻ, ആട്ടിടയനായ ആബേൽ രണ്ടാമത്തെ പുത്രൻ. ആബേലിൻ്റെ കാഴ്ച വസ്തുക്കളിൽ ദൈവം പ്രസാദിച്ചു. കായീൻ്റെതാകട്ടെ ദൈവത്തിന് പ്രീതികരമല്ലാത്തതിനാൽ അസൂയ പൂണ്ട കായീൻ തൻ്റെ സഹോദരനെ ആബേലിനെ കൊല്ലുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിലെ ആദ്യ കൊലപാതകം. BC 19-ാം നൂറ്റാണ്ടിൽ സംഭവിച്ചു എന്ന് കരുതപ്പെടുന്ന അബ്രഹാത്തിൻ്റെ വിളിയാണ് ബൈബിളിലെ രക്ഷാ ചരിത്രത്തിൻ്റെ ആരംഭം. ദൈവവിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന് അബ്രഹാത്തിൻ്റെ ഭാര്യ സാറായ്ക്കും സന്താനഭാഗ്യം ഏറെ വൈകി ലഭിച്ചിരുന്നത്. തൻ്റെ ഏകപുത്രനോടൊപ്പം ദൈവകൽപ്പന അനുസരിച്ച് മോറിയ മലയിൽ വെച്ച് വീണ്ടും അബ്രഹാത്തെ ദൈവം അനുഗ്രഹിക്കുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തരികൾ പോലെയും നിനക്ക് സന്തതി പരമ്പര ഉണ്ടാകട്ടെ. ഇസ്രായേലിനെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചനം നേടിക്കൊടുത്ത് മാർഗദർശിയുമായി ദൈവം നിയോഗിച്ച ജലത്തിൽ നിന്നെടുക്കപ്പെട്ട മോശ വിഗ്രഹാരാധനകളെ തച്ചുടച്ച് ദൈവകൽപ്പനകൾ പകർന്നു നൽകിയും ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ വാഗ്ദാന ഭൂമിയിലേക്ക് നയിച്ച വ്യക്തി. ദൈവത്തെ മുഖാഭിമുഖം കണ്ടവനും ഏറെ സൗമ്യനുമായിരുന്ന മോശ. നന്മ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ.
സ്ത്രീകളിൽ നീ ധന്യേ, നിൻ ഉദരഫലം അനുഗ്രഹീതം. ദൈവദൂതൻ മറിയത്തോട് പറഞ്ഞു, ലോകരക്ഷകനായ ദൈവപുത്രനെ ജന്മം നൽകാൻ ഒരുങ്ങിക്കൊള്ളുക. നിനക്ക് കാവലായി നീതിമാനായ ജോസഫ് കൂടെയുണ്ട്. യേശു തിരഞ്ഞെടുത്ത ശിഷ്യന്മാരിൽ പ്രധാനിയാണ് പത്രോസ്. ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകുമെന്ന് യേശു പത്രോസിന് ഉറപ്പുകൊടുത്തു. പത്രോസേ, നീ പാറയാകുന്നു. അവബോധമാകുന്ന ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും. ആട്ടിടയനായ ദാവീദ്, കിന്നരം വായനയിൽ വിദഗ്ധനുമായ ദാവീദ്, ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവ്, 10 അടി ഉയരവും അതിനൊത്ത ശരീരവുമുള്ള ഗോലിയാത്തിനെ കവണയിൽ നിന്ന് കല്ലു തെറ്റിച്ച് വീഴ്ത്തിയും യുദ്ധങ്ങളിലെ വിജയകഥകളുമെല്ലാം തിളക്കമുള്ളതുമാണ്. എല്ലാവരും കൂടെയുള്ളപ്പോഴും ചിലപ്പോഴൊക്കെ നമ്മൾ ഒറ്റപ്പെട്ടു പോയതുപോലെ തോന്നാറില്ലേ? ഈ അവസ്ഥയിൽ ഈശോയെ എന്നൊന്ന് സ്നേഹത്തോടെ വിളിച്ചു നോക്കിക്കേ. ഈശോ നമുക്ക് തന്ന വലിയ പ്രോമിസാ, അവൻ നമ്മുടെ കൂടെ എപ്പോഴും കാണുമെന്ന്. ഈശോ അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും.